ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ അന്ന, മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നു. ഇത് ലത ചേച്ചിയുടെ മകള് സിദ്ധിജ. ഞങ്ങൾ അവിചാരിതമായിട്ടാണ് 2017 ഒരു LICയുടെ ഏജൻ്റാണ് ചേച്ചി. അപ്പോൾ ഒരു പോളിസി എടുക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അന്ന് തുടങ്ങി ഇന്ന് വരെ ഈ ചേച്ചി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും ഒരു ഭാഗമായിട്ട് മാറി. 2020 ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അന്ന് തുടങ്ങി എൻ്റെ 6 നിയോഗങ്ങളിൽ ഒരു നിയോഗം ഈ ചേച്ചിക്കും ചേച്ചിയുടെ കുടുംബത്തിനും വേണ്ടിയുള്ളതാണ്. ഞാൻ 7ാമത്തെ സാക്ഷിയാണ് ഈ അൾത്താരയിൽ നിന്ന് പറയുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള 6 സാക്ഷ്യങ്ങളിലും ഒരു സാക്ഷ്യമെങ്കിലും ഇവരുടെ കുടുംബത്തെക്കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്യാതെ പോയിട്ടില്ല. അങ്ങനെ എൻ്റെ 5ാമത്തെ സാക്ഷ്യം മുഴുവനായിട്ടും ഈ മകളെക്കുറിച്ചുള്ളതായിരുന്നു. 3 മണിക്കൂർ കൊണ്ട് 12 ദൈവാനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഈ മകൾക്ക് വേണ്ടി ഞാനൊരു പരീക്ഷ എഴുതാൻ വേണ്ടി പോയതായിരുന്നു. ഇവർ ഒത്തിരി ലിമിറ്റേഷൻസ് ഉള്ളൊരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ചേച്ചിക്ക് ഈ മകളെ കൂടാതെ ഇതിന് താഴെ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു മകനും കൂടിയുണ്ട്. ആ മകനെ അവിടെ മഹാരാഷ്ട്രയിൽ വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് സാക്ഷ്യം പറയാനും ഈ ചേച്ചിക്ക് ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കാനും വേണ്ടി. അങ്ങനെ ഞാൻ ഈ ചേച്ചിക്ക് വേണ്ടി ഈ കുടുംബത്തിന് വേണ്ടി എടുത്ത ഒരു നിയോഗമായിരുന്നു ഈ മകൾക്ക് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോലി കിട്ടാൻ വേണ്ടി. അതിൻ്റെ ഭാഗമായിട്ട് ഈ മകൾക്ക് KPMG എന്ന് പറഞ്ഞ വലിയൊരു കമ്പനിയിൽ പെർമനൻറ്റ് ജോബ്, അതും കോവിഡിൻ്റെ സമയത്ത് വർക്ക് ഫ്രം ഹോം ആയിട്ട് കിട്ടി. അങ്ങനെ ആർക്കും കിട്ടാത്ത ഒരു കാര്യമായിരുന്നു. കാരണം ഈ കുട്ടിക്ക് എല്ലാ ദിവസവും ട്രാവൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ചേച്ചിക്കാണെങ്കിൽ കൊണ്ടാക്കി കൊണ്ടുവരാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സമയത്ത് അതൊരു ജോലി കിട്ടി. അതായിരുന്നു ആദ്യത്തെ സാക്ഷ്യം. ഈ കുട്ടി ബ്ലൈൻഡ് ആയതുകൊണ്ട് അതിൻ്റെയും ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ എന്നാലും അവർ പെർമനൻ്റ് ആയിട്ടുള്ള നല്ലൊരു സാലറിയോട് കൂടി ആ കുട്ടിക്ക് ജോലി കൊടുത്തു അവിടെ. അത് കഴിഞ്ഞ് ആ കുട്ടിക്ക് UGC നെറ്റ് എക്സാം എഴുതി ഒരു ഗവൺമെൻറ് കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ഒരു ജോലിക്ക് കയറണമെന്നുണ്ടായിരുന്നു. അങ്ങനെ 7 പ്രാവശ്യം ഈ മകൾ പരീക്ഷ എഴുതി. അതിൽ 3 പ്രാവശ്യം ഞാനായിരുന്നു ഈ കുട്ടിക്ക് സ്ക്രൈബായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു എൻ്റെ 5ാമത്തെ സാക്ഷ്യം. ഈ കുട്ടിക്ക് വേണ്ടി സ്ക്രൈബായിട്ട് പോയിട്ട് എന്നെ മാറ്റി വേറൊരു കുട്ടീനെ അവിടെ വെച്ച് തന്നെ അമ്മ മാതാവ് ഒരുക്കി കൊടുത്തു. അതിനുശേഷം പിന്നെ എനിക്ക് സ്ക്രൈബായിട്ട് എഴുതാൻ പറ്റിയില്ല. പക്ഷേ ഭാഗ്യവശാൽ ഞങ്ങൾക്ക് അമ്മ ഒരുക്കി തന്ന് ഞങ്ങളുടെ ചേട്ടൻ്റെ മകൾ തന്നെ സ്ക്രൈബായിട്ട് വരികയും പിന്നെയുള്ള 2 പരീക്ഷ ഈ മകൾ ആ സ്ക്രൈബിനെ വെച്ച് എഴുതി. അങ്ങനെ എൻ്റെ അടുത്ത നിയോഗവും അതോടുകൂടി സാധിച്ചു. ഈ കുട്ടിക്ക് ഇന്ന് UGC നെറ്റ് ഗവൺമെൻറ് കാറ്റഗറിയിലേക്കും PhD എടുക്കാനുള്ള കാറ്റഗറിയിലേക്കും ഈ കുട്ടി പാസ്സായി. അതായിരുന്നു ഈ മകൾക്ക് വേണ്ടിയുള്ള എൻ്റെ നിയോഗം. ചേച്ചിയുടെ ഒരു നിയോഗം പേഴ്സണലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്, ഇവർക്കൊരു വീട്, അതായത് ഇത്രയും ലിമിറ്റേഷൻസ് ഉള്ള ഒരു കുടുംബം, അവർ താമസിക്കുന്നത് ഒരു കുഞ്ഞു മുറിയിലാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ഒരു വിഷമം വരും. അച്ഛനും അമ്മയും 2 മക്കളും അടങ്ങുന്ന ഈ ഒരു കുടുംബം ഒരു ചെറിയൊരു മുറിയിലാണ് ഇവരെല്ലാം കൂടെ കഴിയുന്നത്. അപ്പോൾ ഇവർക്കൊരു സൗകര്യമുള്ളൊരു വീട്ടിലേക്ക് മാറണമെന്ന് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ 2022 മുതൽ എൻ്റെ ഒരു നിയോഗമായിരുന്നു ഇവർക്ക് സൗകര്യമുള്ളൊരു വീട്ടിലേക്ക് മാറാനായിട്ട് ഒരു വീട് ഒരുക്കി തരണം എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ഒരു വീട് ഒരുക്കി തന്നു. പക്ഷേ ഇപ്പോൾ താമസിക്കുന്ന ആ കുഞ്ഞു വീട് വിറ്റാലേ ആ വീട് മേടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ വീടാണെങ്കിൽ അതിലേക്ക് വഴിയില്ല, നടന്നു പോകാനുള്ള വഴിയുള്ളൂ, വണ്ടിയൊന്നും പോവില്ല. അങ്ങനത്തെ ഒരു ലൊക്കാലിറ്റിയിൽ ഒരു വീട് വിറ്റ് പോകാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതും ഒരു 18 ലക്ഷത്തിന് വീട് വിൽക്കണം. പക്ഷെ അത് ആരും നോക്കാൻ പോലും വരാത്തൊരവസ്ഥയായി. എന്നാൽ അവർക്ക് പുതിയൊരു വീട് അവർക്ക് സാങ്ഷനായി, അതിൻ്റെ ലോണ് EMI ഒക്കെ അടച്ചു തുടങ്ങി. പക്ഷേ ഈ വീട് വിറ്റുപോയിട്ടുമില്ല, ഇവർ വീട് മാറി താമസിച്ചിട്ടുമില്ല. അങ്ങനെ ഇവരുടെ ഈ ഒരു ചുരുങ്ങിയ ഒരു സാലറിയുടെ ഉള്ളിൽ നിന്ന് ഇതെല്ലാം കൊടുത്തിട്ടും ഇവർക്ക് പുതിയ വീട് കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പല സാക്ഷ്യങ്ങൾ ഞാനിവിടെ കേൾക്കാറുള്ളത്. ഉടമ്പടി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ച് സ്ഥലം വിറ്റുപോയത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഉടമ്പടി ഉപ്പ് എടുത്ത് വിശ്വസിച്ച് വിശ്വാസമാണം ചൊല്ലിക്കൊണ്ട് ഞാൻ പോകുന്ന വഴിക്ക് മുഴുവൻ ഇത് ഉപ്പ് വെതറി ഇവരുടെ വീടെത്തുന്ന വരെ വിശ്വാസമാണം ചൊല്ലിക്കൊണ്ട് പോയി ഉപ്പിട്ട് ഇവരെ വാതിലിൻ്റെ അവിടെ എത്തിയപ്പം ഉടമ്പടി തൈലം എടുത്ത് കുരിശു വരച്ച് കുരിശു വരച്ച് വീട്ടിൽ പോയി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോന്നു. അന്ന് രാത്രി കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് ഒരാൾ പോലും ആ വീട് ചോദിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അന്ന് വൈകിട്ട് 2 കൂട്ടർ ഈ വീട് ചോദിക്കാൻ വേണ്ടി വന്നു. അതിലൊരാൾ വളരെ കുറഞ്ഞ റേറ്റിനായിരുന്നു പറഞ്ഞത്. എന്നാൽ പോലും ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ പോട്ടെ, ബാക്കിയുള്ളത് നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ ഒപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ വീട് വിറ്റുപോയി. ഇപ്പോൾ അവർ വളരെ സൗകര്യമുള്ള ഒരു പുതിയൊരു വീട്ടിലേക്ക് അവർ മാറി.
ബാക്കി 3.5 ലക്ഷം ഒരു വേറൊരു വ്യക്തി ഇവർക്ക് സഹായമായിട്ട് കൊടുത്തു. അതും ഒന്നും ചോദിക്കാതെ തന്നെ അപ്പം തന്നെ അവർ അങ്ങ് യെസ് പറഞ്ഞ് അവർ കൊടുക്കുമായിരുന്നു. അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഇനി ഇതിൻ്റെ വിശദാംശങ്ങൾ ഇവർ പങ്കുവയ്ക്കുന്നതായിരിക്കും. അമ്മ മാതാവിനും ഉണ്ണിയേശുവിനും ഒരുപാട് നന്ദി. ഞാൻ സിദ്ധിജ, മഹാരാഷ്ട്രയിൽ നിന്ന്. ഞങ്ങൾക്ക് വേണ്ടി തീർത്ഥാടന ഉടമ്പടി എടുത്ത അന്ന ചേച്ചിയാണ്. ഞങ്ങൾ ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത്. എനിക്ക് മാതാവ് ഒരുപാട് അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. മാർച്ച് 2021 ഞാനൊരു ഓൺലൈൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് KPMG പോലത്തെ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയത്. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞപാട് റിസൾട്ടൊന്നും വന്നിട്ടില്ല. അന്നേരമാണ് ഞാൻ ജോബിന് വേണ്ടി നോക്കുന്നത്. പക്ഷെ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. എനിക്ക് ഇത്രയും വലിയ കമ്പനിയിലോ ഒന്നും കിട്ടുന്നൊന്നും വിചാരിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ സാഹചര്യവും എൻ്റെ ബുദ്ധിമുട്ടൊക്കെ വെച്ച് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേ മാതാവിനറിയായിരുന്നു. മാതാവ് മനസ്സിലാക്കി എൻ്റെ ബുദ്ധിമുട്ട്. എന്നിട്ട് എനിക്ക് KPMG പോലത്തെ ഒരു കമ്പനിയിൽ എനിക്ക് ജോലിക്ക് പോകാനോ ഒന്നും പറ്റുന്നൊരു സാഹചര്യമല്ല. അമ്മ കൂട്ടിക്കൊണ്ടാക്കുകയൊക്കെ വേണം. പക്ഷേ അവർ KPMG എനിക്ക് പെർമനൻ്റ്ലി വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി തന്നു. ഞാൻ വീട്ടിൽ നിന്ന് ജോലി ചെയ്തിട്ട് 4 വർഷം 7 മാസമായി ഇപ്പം അവിടെ ജോലി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്നെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. എനിക്ക് അവരുമായിട്ട് കോപ്പപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ കേട്ടിട്ടാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. അപ്പം അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എനിക്കിതൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് മാതാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഏത് ജോലി തുടങ്ങുമ്പോഴും എനിക്കറിയാവുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിലും ഞാൻ എപ്പോഴും മാതാവിനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജോലി തുടങ്ങാറുള്ളൂ. ഞാൻ വിശ്വാസ പ്രമാണം എപ്പോഴും ചൊല്ലാറുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഏത് ജോലിയും തുടങ്ങാറ്. എനിക്കിപ്പം സാക്ഷ്യം പറയണമെങ്കിൽ എൻ്റെ ജോലിയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എനിക്ക് എപ്പോഴും എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായ പോലെ. അതിലൊരു അനുഭവം ഞാനിപ്പം പങ്കിടാം. ഞാൻ അപ്പോൾ അതേപോലെ നിൽക്കുമ്പോഴാണ് ഞാൻ UGC നെറ്റ് എക്സാം എഴുതുമായിരുന്നു. അപ്പോൾ UGC നെറ്റ് എക്സാം എഴുതുമ്പോഴും ഞാൻ 7 പ്രാവശ്യം അറ്റൻഡ് ചെയ്തായിരുന്നു. ആദ്യത്തെ 2 പ്രാവശ്യം ഞാൻ എൻ്റെ ഒരു പരിചയത്തിൽ ഒരാളെ കൊണ്ടുപോയി. പക്ഷെ എനിക്ക് ക്ലിയർ ആവാൻ പറ്റിയില്ല. അപ്പം എന്തോ മാതാവ് തോന്നിച്ചു എനിക്ക് അന്ന ചേച്ചിയോടൊന്ന് ചോദിക്കാൻ സ്ക്രൈബായിട്ട് വരാൻ പറ്റുമോ. അന്ന ചേച്ചി റെഡിയായി. അപ്പം 2 പ്രാവശ്യം അന്ന ചേച്ചി എഴുതിയായിരുന്നു. പക്ഷേ 3-ാമത്തെ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അന്ന ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ 12 അനുഭവം ഉണ്ടായ കാര്യം. അപ്പം അന്ന ചേച്ചിക്ക് എഴുതാൻ പറ്റിയില്ല. അന്ന ചേച്ചീൻ്റെ സൈഡിൽ വേറെ ഒരു കുട്ടിയാണ് എനിക്ക് വേണ്ടി എഴുതിയത്. പക്ഷേ ആ സംഭവം നടന്നതും എക്സാം നടന്നത് അമ്മ മാതാവിൻ്റെ ദിവസമാണ്. ഡിസംബർ 7-ാം തീയതിയായിരുന്നു ആ പരീക്ഷ നടന്നതും. പക്ഷേ എന്തോ ഒരു കാരണവശാൽ ആ UGC നെറ്റിൻ്റെ പേപ്പർ ലീക്കായിട്ട് എനിക്ക് റിസൾട്ട് റിലീസായില്ല. പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ പോയായിരുന്നു. അപ്പം ആ ഒരു കാരണം കൊണ്ട് ഞാൻ എഴുതണ്ടെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അന്ന ചേച്ചി പിന്നെ മാതാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അന്ന ചേച്ചിയുടെ ഒരു റിലേറ്റീവ് ജസ്ലിൻ എൻ്റെ പരീക്ഷ എഴുതാൻ വേണ്ടി വന്നു. മാതാവ് അനുഗ്രഹിച്ചിട്ട് എനിക്ക് UGC നെറ്റ് ക്ലിയറായി. പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഏത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യാനുള്ള അവസരവും പിന്നെ PhD ചെയ്യാനുള്ള അവസരവും പബ്ലിക് സെക്ടർ യൂണിറ്റ്സിലൊക്കെ വർക്ക് ചെയ്യാനുള്ള അവസരം എനിക്ക് മാതാവായിട്ട് തന്നിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് മാതാവ്. പിന്നെ ഞാൻ ഈ എല്ലാ അനുഗ്രഹവും എനിക്ക് കിട്ടിയത് അന്ന ചേച്ചി എപ്പോഴും എനിക്ക് തൈലം പരട്ടി തരാറുണ്ട്. പിന്നെ കാശ് രൂപ എൻ്റെ കയ്യിൽ തരാറുണ്ട്. എൻ്റെ എക്സാം എഴുതാൻ പോകുമ്പം ആ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അമ്മ മാതാവിനും ഉണ്ണിയേശുവിനും ഒരുപാട് നന്ദി. എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ വിശ്വാസത്തിലേക്ക് നയിച്ചത്. ഇതിനു മുന്നേ ഞാൻ കൃപാസന പത്രം എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ഒരു തവണ ഞാൻ വായിച്ച് നോക്കിയെന്നല്ലാതെ അതിലെനിക്ക് അത്രയ്ക്കൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന വന്നിട്ട് ഓരോ തവണ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തടവുമ്പോൾ എൻ്റെ മോൻ്റെ കാര്യത്തിൽ തന്നെ കുറേ മാറ്റം ഉണ്ടായിരുന്നു. 20 വയസ്സുള്ള മോന് കുറഞ്ഞതൊരു ദിവസം
8 തവണയെങ്കിലും അപസ്മാര രോഗം വരുന്നൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഡോക്ടർ മരുന്ന് ഒരുപാടുണ്ട് അവന്, മരുന്നിൻ്റെ ഒരു കെട്ട് മരുന്ന് അവന് കൊടുക്കുന്നുണ്ട്, എന്നാലും അപസ്മാരത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ എന്ത് വിഷമം ഉണ്ടാവും അന്നെ വിളിക്കും, അന്ന ഓടി വരും, അന്ന ഇതുപോലെ തന്നെ തൈലം തടവി വിശ്വാസ പ്രമാണം ചൊല്ലും. ആ സമയം അതുപോലെ ചെയ്തപ്പോഴാണ് എൻ്റെ മോൻ്റെ അപസ്മാരം കുറഞ്ഞ ആകെ ഒരു തവണയായത്. അതും അത്രയ്ക്ക് വലിയ സിംറ്റം ഒന്നുമില്ല, പേരിനൊരു അപസ്മാരം മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് വലിയൊരു അപസ്മാരം വരാതെ അവനെ അതിൽ നിന്ന് രക്ഷിച്ചപ്പോഴാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് കൂടുതൽ എന്നെ ഇങ്ങോട്ട് ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ എനിക്ക് ഈ വിശ്വാസത്തിലേക്ക് കൂടുതൽ നയിക്കാൻ കാരണം ഇതായിരുന്നു, ഈ ഓരോ അനുഭവം. പിന്നെ മോനൊരു തവണ വീണിട്ട് കണ്ണ് മൊത്തം പൊട്ടിക്കിടക്കായിരുന്നു. 20 വയസ്സുള്ള മോനെ എടുത്തു കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം എൻ്റെ വീട്ടിലുമില്ല, ഞാൻ തന്നെ കൊണ്ടുപോകാനുള്ള. അപ്പോഴും ഞാൻ അന്ന വന്നിട്ട് തൈലം തേച്ച് തന്നിട്ട് ആ കണ്ണിൻ്റെ പാട് മൊത്തം മാറ്റിയത് അതൊരു അത്ഭുതം തന്നെയായിരുന്നു. കണ്ടിട്ടുള്ളവർക്ക് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ച ഉടനെ ഫുള്ള് നീല കളറായിരുന്നു കണ്ണിൻ്റെ ഒരു സൈഡ് മൊത്തം. ആ തൈലം വിശ്വാസപ്രവണം ചൊല്ലി തൈലം പുരട്ടി കുറേ തവണ പുരട്ടി, പക്ഷേ എന്നാലും അതിങ്ങനെ മാഞ്ഞ് ഒരുപാട് അങ്ങ് മാഞ്ഞു പോയായിരുന്നു. അങ്ങനെ മോൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളുണ്ട്. അതിലൂടെ എനിക്ക് വിശ്വാസം കൂടി വരികയായിരുന്നു മാതാവിനോട്. പക്ഷേ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ നോക്കുമ്പോൾ അന്ന പറയും വേണ്ട ചേച്ചിയെ ഞാൻ കൊണ്ടുപോകും, അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കും. കഴിഞ്ഞ തവണ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങളുടെ ക്യാൻസൽ ആവേണ്ടി വന്നു. ഇത്തവണയും ഞങ്ങൾക്ക് ക്യാൻസൽ ആവുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ എങ്ങനെയോ ഞങ്ങൾക്ക് ഇവിടെ വന്ന് എനിക്ക് ഇന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചു. പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ വീടിൻ്റെ കാര്യം, വീട് വിറ്റ് പോകാനുള്ള സാഹചര്യം പറഞ്ഞു. വീട് വിറ്റ് പോകാനുള്ള ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അവസാന നിമിഷത്തിൽ അന്ന വന്നിട്ട് ഉപ്പ് ഇതാക്കി കഴിഞ്ഞതിന് ശേഷം ആ വീട് വിറ്റ്, പക്ഷെ വില കുറഞ്ഞത്. എന്നിട്ട് അവൾ എന്നെ പ്രോത്സാഹിപ്പിച്ചു, സാറിലെ ചേച്ചി അത്രയ്ക്കും വിലയാണെങ്കിലും വിറ്റോ, നമുക്ക് എന്തെങ്കിലും വഴി കാണിച്ചു തരുന്നു. അതുപോലെ ഞാൻ വിറ്റു. ആ റൂമുകാരനും എന്നോട് 3.5 ലക്ഷത്തിൻ്റെ കുറവുണ്ടായിട്ട് വാശി പിടിച്ചിട്ട് അത് തിരിച്ചു തന്നാലേ ഞങ്ങൾ വീട് മൊത്തം അവകാശം തരുമെന്നും പറഞ്ഞിട്ട് ലോണ് പാസ്സാവാനും എല്ലാം ഞങ്ങൾ ഒരുപാട് ലോണൊന്നും പാസ്സാവാനുള്ള ചുറ്റുപാടായിരുന്നില്ല, അത്രയ്ക്ക് വലിയ സാലറിയൊന്നും ഉണ്ടായിരുന്നില്ല. ആ ലോണ് പാസ്സായതും എല്ലാം അമ്മ മാതാവിൻ്റെ ഒരു ഇടപെടൽ ഞങ്ങളെ കുടുംബത്തിലുണ്ടെന്ന് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ 3.5 ലക്ഷത്തിൻ്റെ കുറവ് വന്നപ്പോഴും ഞാൻ ആരോട് ചോദിക്കും എന്നുള്ള ഒരു വിഷമത്തിലായിരുന്നു. കാരണം 3.5 ലക്ഷം എനിക്ക് തരാനുള്ള ഒരു അവസരം ആരുമില്ല. എന്തിനാണ് നിങ്ങൾ ഇത്ര വലിയ വീടെടുക്കാൻ പോയത്, അതുകൊണ്ടല്ലേ, ഇല്ലെങ്കിൽ എന്തിനാന്നുള്ള വിധത്തിൽ എല്ലാവരോടും ഒരു പരിഹാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തായിരുന്നു ഞാൻ ഒരാളോട് വെറുതെ ചോദിച്ചതേ ഉള്ളൂ, ഇങ്ങനെ എനിക്കൊരു വീട് 3.5 ലക്ഷത്തിൻ്റെ കുറവുണ്ട്. അപ്പം തന്നെ അവൾ പറഞ്ഞു എന്നോട്, ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ തന്നോളൂ. അത് അമ്മ മാതാവ് അവിടെ പറഞ്ഞയച്ചതാണ്, ഒരു തടസ്സവും ഇല്ലാതെ ആ വീട് താമസിക്കാനും ഇന്ന് ഞങ്ങളൊരു നല്ല വീട്ടിൽ താമസിക്കാനുള്ള സാഹചര്യമല്ല. അപ്പോൾ എൻ്റെ വിശ്വാസം കൂടിയതിപ്പോൾ ഞാൻ ഇന്ന് ഉടമ്പടി എടുത്തു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇനി ഞാൻ ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കും, നല്ല വിധത്തിൽ ജീവിക്കും. എന്നെ ഇത്രയും നല്ല ഓരോ ഉപകാരത്തിൽ ഓരോ കഷ്ടപ്പാടൊന്നും രക്ഷിച്ച അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളിപ്പോൾ അവിടെ ബോംബെയിൽ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ലേഡീസ് ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾക്കറിയാവുന്ന തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുള്ള ആൾക്കാർക്ക്, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ അങ്ങനെ അതെല്ലാം ഹോം ബൗണ്ടായിട്ട് കിടക്കുന്ന എൽഡർലി പീപ്പിൾ ഉണ്ടെങ്കിൽ അവരെ പോയി വിസിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞിരുന്ന പോലെ ഞാൻ ഇപ്പോഴും പ്രേംദാൻ മിഷണറി ഓഫ് ചാരിറ്റിയുടെ കൂടെ ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ തന്നെ ട്രൈബൽ വില്ലേജിൽ പോയി ആദിവാസി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും. അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു വില്ലേജ് വിസിറ്റിൽ എനിക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ അവിടെ നിന്ന് കിട്ടി, ചെറിയ പെൺപിള്ളേർ. അവരിങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടു, ചേച്ചി ഞങ്ങൾക്ക് യേശുപ്പയെക്കുറിച്ച് അറിയണം, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമെന്ന്. എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഞാൻ കുറച്ച് ഹിന്ദി പത്രം ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ അവർക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു 4-5 പിള്ളേർ അവരിങ്ങോട്ട് വന്ന് ആവശ്യപ്പെടുമ്പം ആ ഒരു പരിസ്ഥിതിയിൽ ജീവിച്ചു വളർന്ന കുട്ടികൾക്ക് എങ്ങനെ അങ്ങനത്തെ ഒരു തോട്ട് വന്നു എന്ന് പോലും എനിക്കൊരു അതിശയമായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. അവർക്ക് എനിക്ക് പറ്റാവുന്നത് പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കാനും അവർക്ക് ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് അവരെ നയിക്കാനും സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്.